ഇന്നത്തെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട ബജിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓംലെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അതുകൊണ്ടാണ് ബജി ഉണ്ടാക്കിയെടുക്കുന്നത്. ബജിക്ക് വേണ്ട ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സാധനങ്ങൾ: 1.5 കപ്പ് കടലമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 2 നുള്ള് സോഡാപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം. മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ 3 മുട്ട, 3 ടേബിൾ സ്പൂൺ തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സവോളയുടെ പകുതി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിൽ. ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് തേങ്ങ, സവോള, പച്ചമുളക്, വേപ്പില, പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നാലേ കറക്റ്റ് കുക്കായി കിട്ടുകയുള്ളൂ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. എന്നിട്ട് താല്പര്യമുള്ളവർക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ബജി ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് അപ്പുറം കുക്കായി കിട്ടും. ചൂടാറിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട ഫ്രൈ ആയത് ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരു വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വെള്ളം കൂടിയും ചേർത്ത് ഒട്ടും കട്ട കെട്ടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒട്ടും തരിയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് തിക്കായും പോകരുത്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇപ്പോൾ മുട്ട നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പീസായിട്ടോ നീളത്തിലുള്ള പീസായിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ എഗ്ഗ് ഫ്രൈ ചെയ്തത് ബാറ്ററിൽ മുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗ് കട്ട് ചെയ്യുന്ന ഷേപ്പ് അനുസരിച്ചിരിക്കും ബജിയുടെ ഷേപ്പും. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് ബ്രൗൺ കളറ് ആവേണ്ട ആവശ്യമില്ല. അടുത്ത ബാച്ചും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബജി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായവരെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. താഴെ കാണുന്ന റെഡ് കളർ ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.